ഇതാണ് ബെഡ് സ്വിച്ച്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ബെഡ് സ്വിച്ചിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മെയിനായിട്ടൊരു സ്വിച്ച് ബോർഡിൽ നമ്മൾ അതിൻ്റെ ഓണാക്കുന്ന സ്വിച്ച് കാണും. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഓണാക്കാനും ഓഫാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബെഡിൽ കിടന്നുകൊണ്ടല്ല, നമുക്ക് എവിടെയാണ് ഇരിക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ലൈറ്റ് ഓഫാക്കാനും ഓണാക്കാനും പറ്റുന്നൊരു സ്വിച്ചാണ് ബെഡ് സ്വിച്ച്. അപ്പോൾ അത് നീട്ടുന്നില്ല. എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്. ഈ ബെഡ് സ്വിച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇതാണ് കാണുന്നത്. 2 സ്ക്രൂസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ആദ്യം നമ്മൾ ആ ഒരു ട്യൂപ്പിന് വാങ്ങിക്കുക. അതുപോലെ തന്നെ ഹോൾഡർ വാങ്ങിക്കുക. അപ്പോൾ ഹോൾഡറിൻ്റെയും ട്യൂപ്പിൻ്റെയും ആദ്യം നമ്മൾ കണക്ഷൻ കൊടുക്കുക. സാധാരണ കൊടുക്കുന്ന പോലെ ട്യൂപ്പിൻ്റെ 2 വയർ ട്യൂപ്പിന് കൊടുക്കുക, ഹോൾഡറിൻ്റെ അപ്പുറത്തെ സൈഡ് ഹോൾഡറിൽ കൊടുക്കുക. അത്രയേ ഉള്ളൂ കണക്ഷൻ. എന്നിട്ട് നമ്മൾ ആ ബെഡ് സ്വിച്ച് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ 2 സ്ക്രൂസ് വരുന്നുണ്ട്. അപ്പം ഈ ഹോൾഡറിൻ്റെയും ട്യൂപ്പിൻ്റെയും നടുക്കത്തെ ലൈൻ വയർ, ചുമന്നാണ് നമ്മൾ ലൈൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു വയർ ഈ ഒരു ബെഡ് സ്വിച്ചിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ബെഡ് സ്വിച്ചിൻ്റെ ഓരോ സ്ക്രൂസിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കുക. എന്നിട്ട് സ്ക്രൂ ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്വിച്ച് ബോർഡിൽ ഈ ട്യൂപ്പിനെ കൊണ്ട് കണക്ട് ചെയ്ത് ഓൺ ആയിക്കഴിഞ്ഞാൽ ഈ ബെഡ് സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ ഇനി ലൈറ്റ് കത്തുള്ളൂ. നേരത്തെ എന്ന് പറയുമ്പം നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പം തന്നെ ബൾബ് കത്തും. അങ്ങനെയുള്ള അതിൻ്റെ ഒരു പ്രിൻസിപ്പളാണ്. അപ്പോൾ നമുക്ക് അത് ആവശ്യമില്ല. ഈ ബെഡ് സ്വിച്ച് മുഖേന ഇപ്പോൾ എവിടെയാണോ ഇപ്പം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണോ ഫിറ്റ് ചെയ്യുന്നത് അവിടെയെല്ലാം ഈ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് കാര്യങ്ങൾ. കട്ട് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് സ്വിച്ച് കണക്ഷൻ റെഡി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.